ഉപനേതാവ് പദവി തർക്കത്തിൽ സിപിഐക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയം അടഞ്ഞ അധ്യായമാണ് എന്ന് പിണറായി ആവർത്തിച്ചു. LDF കൺവീനർ ബിനോയ് വിശ്വത്തെ കാണുന്നതിൽ പ്രത്യേകതയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ സിപിഐ അയയുന്നു എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ഉപനേതാവ് സ്ഥാനത്തിൽ സിപിഐക്ക് വാശിയില്ല എന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേ കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞതാണ്, അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ്, നാരെ വിട്ടുവീഴ്ച ഇതിന് വേണ്ടത്? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? അത് കാണുമല്ലോ, അത് ചർച്ച ചെയ്യുമല്ലോ. ഞാനും ബിനോയ് വിശ്വത്തെ കാണുമില്ലേ, അത് വേറെ കാര്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. ഒരു വാശിയില്ല. എല്ലാത്തിനും അപ്പുറത്ത് CPIക്ക് അറിയാം, ഇടതുപക്ഷ ഐക്യമാണ് CPI രാഷ്ട്രീയത്തിന്റെ കാതൽ. CPIയുടെ വാതിൽ എല്ലാ കാലത്തും ചർച്ചയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും. അങ്ങനെ LDFിനകത്തൊരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ല. പരസ്പരം സംസാരിച്ചാൽ ആ വഴിക്ക് പരിഹാരം കാണാനുള്ള മാർഗം നോക്കുന്നതിന് പകരം LDFിനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDF രീതിയല്ല. രാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹിസ്, ഇനിയൊരു ചർച്ചയില്ല എന്ന നിലപാട് CPM കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPI അയയുകയാണോ? സ്മൃതി, CPIഎമ്മിനെ സംബന്ധിച്ച പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPI ഏത് തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയാണെങ്കിലും ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. അത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്, ഇനി ഓപ്പൺ ചെയ്യാനില്ല എന്നാണ് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അത് കഴിഞ്ഞതാണ്, അത് അവസാനിച്ചതാണ് എന്ന് കൃത്യമായി നമ്മൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള മറുപടിയൊന്നുമല്ല. അത് കഴിഞ്ഞു എന്ന് താങ്കൾ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിൽ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ചുള്ള തർക്കം കഴിഞ്ഞു എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ CPIയെ സംബന്ധിച്ച് അവർ രണ്ടടി പിന്നോട്ട് വെക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ മാത്രം വെച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിനുശേഷവും നേതാക്കളോട് സംസാരിക്കുമ്പോൾ അത് കിട്ടിയേ തീരൂ. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറുപടി CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഉപനേതാവ് പദവി ഒഴിച്ചുള്ള മറ്റൊരു പദവിയും കിട്ടി CPIയുമായി യോജിച്ചു പോകാനില്ല എന്ന നിലപാടാണ് നേതാക്കളോട് നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ മറുപടിയായി കിട്ടുന്നത്. രാഹിസ് റഷീദ് വിവരങ്ങൾ നൽകിയത്.